കഴിഞ്ഞ ക്ലാസ്സിന്റെ പ്രസന്റേഷൻ ആണല്ലേ? മാറ്റാട്ടോ മാറ്റാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ അവസാന ഭാഗം എടുത്ത എല്ലാവരും ഡോക്യുമെന്റേഷൻ കേട്ടോ. വായിച്ചു നോക്കിയാൽ പുതിയ എടുക്കട്ടെ കേട്ടോ. Okay. പ്രസന്റേഷൻ കാണുന്നില്ലെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. കാണുന്നില്ലെങ്കിൽ പറയണേ. PDF ഇടയ്ക്ക് വെച്ച് പോയാലും പറയണം കേട്ടോ. ഇപ്പൊ നോക്കി കാണുന്നുണ്ടോ? യെസ്, ഡോക്യുമെന്റേഷൻ ആണ് കേട്ടോ. ഇനി ഡിസ്ചാർജ് പ്രൊസീജിയറിന്റെ അവസാന ഘട്ടമാണ്. The authentication of patient transfer is most significant but often missed as a part of transfer. The authentication should always be obvious at all stages of transfer, since it was only legal report that patient was transferred. It must consist of the patient condition, reason to transfer, names and designation of referring and receiving clinicians' details, and status of important signs before the transfer, clinical events during the transfer and the treatment given. Okay, ഇനി ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്? ഡോക്യുമെന്റേഷൻസ് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്താണ് authentication of patient transfer എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഘട്ടം എന്തായിട്ടാണ് അവസാനിക്കുന്നതെന്നാണ് പറഞ്ഞത്. പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലേക്ക് നമ്മൾ PDF പോയാ വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ കാണാലോ PDF കാണാലോ. യെസ്, ഓക്കെ. ഇപ്പൊ രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് അവരുടെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എല്ലാം കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഡോക്യുമെന്റേഷൻസ് വരുന്നത്
അല്ലെ. ഇനി ഇവിടെ ഒതന്റിക്കേഷൻ എന്നൊരു ഭാഗം പറയുന്നുണ്ട്. എന്താണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്? ഒതന്റിക്കേഷൻ കേട്ടിട്ടുണ്ടോ ഒരു വാക്ക്? ആധികാരികത എന്ന് കേട്ടിട്ടുണ്ടോ? ആധികാരികത എന്താണ് ഒതന്റിക്കേഷൻ? വാട്ട് ഈസ് ഒതന്റിക്കേഷൻ? എന്താണ്? ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് അല്ലെ. ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഔദ്യോഗികമായിട്ട് നമ്മൾ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ഒരു അഭ്യർത്ഥനയാണ് എന്ത് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അപ്പൊ ഇത് ലീഗൽ ആയിട്ടുള്ളത് നമ്മൾ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു സാക്ഷ്യപത്രം കൂടിയാണ് എന്ത്, അല്ലെങ്കിൽ രേഖകളാണ് ഡോക്യുമെന്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ എന്താണ്, ട്രാൻസ്ഫറിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ആ ട്രാൻസ്ഫർ റിപ്പോർട്ട്സിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റേഷൻസിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് ട്രാൻസ്ഫറിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ആ പേഷ്യൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ആവശ്യകതകളാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ഇതൊരു ലീഗൽ റിപ്പോർട്ടാണ് അല്ലെ. അതായത് പേഷ്യൻസിൽ എന്തെങ്കിലും തരത്തിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്തിലുണ്ടായിരിക്കും, ആ ഒരു ഡോക്യുമെന്റേഷൻസിൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും ലീഗലി ഉള്ള കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു നമുക്കൊരു എവിഡൻസ് എന്ന രീതിയിൽ നമ്മൾ സൂക്ഷിക്കുന്നത് എന്താണ്, ഈ ഡോക്യുമെന്റേഷൻസ് തന്നെയാണ്. ഓക്കെ. യെസ്. ഇനി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഡോക്യുമെന്റേഷൻസിൽ ഉണ്ടായിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ ഡോക്യുമെന്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇതറിയാമോ? എന്തെല്ലാം കാര്യങ്ങൾ ഈ ഡോക്യുമെന്റ്സിൽ വേണം? റിപ്പോർട്ട്സുകളാണ് അല്ലെ. പേഷ്യൻസിന്റെ എല്ലാ റിപ്പോർട്ട്സുകൾ വേണം. പിന്നെ എന്തെല്ലാം വേണം? റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടും ഇതില്? മെഡിസിൻസിന്റെ ലിസ്റ്റ്, ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ, ഏതെങ്കിലും ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ റേഡിയോളജി ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് എന്തെല്ലാം മോണിറ്ററിങ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെന്തൊക്കെ വേണം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ വേണ്ട കാര്യങ്ങൾ ഒന്നാണ് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് വേണം അല്ലെ. പേഷ്യന്റിന്റെ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. റീസൺ ടു ട്രാൻസ്ഫർ നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്. റീസൺ ടു ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്? റീസൺ ടു ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, റീസൺ ടു ട്രാൻസ്ഫർ എന്ത് കാരണത്താലാണ് നമ്മൾ ആളെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അനദർ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ മാറ്റുന്നത് അല്ലെ. അതിന്റെ റീസൺ അല്ലെങ്കിൽ കാരണം രേഖപ്പെടുത്തിയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ അതാണ് റീസൺ ഫോർ ദ ട്രാൻസ്ഫർ നമ്മൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം അല്ലെ. എന്താണ് കേസ്, അതിന്റെ കേസ് എന്താണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, അയക്കുന്ന ഡോക്ടറും ഒരു മിനിറ്റ്. യെസ്. റീസൺ ടു ട്രാൻസ്ഫർ നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്. എന്താണ് പറയുന്നത്? ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്. അതായത് നമ്മൾ അയക്കുന്ന ഡോക്ടറെയും അതേപോലെ തന്നെ സ്വീകരിക്കുന്ന ഡോക്ടറുടെയും എന്തുണ്ടായിരിക്കണം? റിസീവിംഗ് നെയിംസ് അല്ലെ, അവരുടെ പേരുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഏത് ഡോക്ടറാണോ റെഫർ ചെയ്യുന്നത്, എവിടേക്കാണോ സ്വീകരിക്കുന്നത്, അവരുടെ കൃത്യമായിട്ടുള്ള പേരും പദവിയും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ വഹിച്ചത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. Then details about status of important signs before the transfer. Details and status of important signs before the transfer. എന്താണ് important signs എന്ന് പറയുന്നത്? ട്രാൻസ്ഫറിന് മുമ്പുള്ള എല്ലാ വൈറ്റൽ സൈൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോർമൽ സൈൻ അല്ല പറയുന്നത്, വൈറ്റൽ സൈൻസ് ആണ് പറയുന്നത് കേട്ടോ. വൈറ്റൽ സൈൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻസ് അല്ല, അത് ബയോമെട്രിക്കൽ വാല്യൂസ് ആണ്. വൈറ്റൽ സൈൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻസ് ഏതൊക്കെയാണ്? TPR, ടെമ്പറേച്ചർ, ഓക്സിജൻ സാച്ചുറേഷൻ, BP, ഹാർട്ട് ബീറ്റ്സ്, ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ റേഷ്യോ, പൾസ്. യെസ്. ഇതെല്ലാം തന്നെ എന്താണ്? ബയോമെട്രിക്കൽ വാല്യൂസ് ആണ് അല്ലെ പേഷ്യൻസിന്. അപ്പൊ എല്ലാ വൈറ്റൽ സൈൻസും അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ബിഫോർ ട്രാൻസ്ഫറിന് മുമ്പ് എന്താണ് എല്ലാ ഇമ്പോർട്ടന്റ് വൈറ്റൽ സൈൻസും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രസന്റ് ടൈം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. Then clinical events during the transfer and treatment given. ഇനി മറ്റെന്തെല്ലാം ക്ലിനിക്കൽ, അതായത് ക്ലിനിക്കൽ ചികിത്സകൾ ഏതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, നൽകിയ ചികിത്സകൾ ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ എന്താണ്, അതോടൊപ്പം തന്നെ നമ്മള് ട്രീറ്റ്മെന്റ് അവിടെ
ആളെ കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ഏത് ട്രീറ്റ്മെന്റ്സ് ആണ് അവിടെ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെ എത്രത്തോളം ട്രീറ്റ്മെന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ആ ഡോക്യുമെന്റേഷന്റെ അകത്ത് വരേണ്ടതാണ്. ഓക്കെ, ഇതൊരു ലീഗൽ റിപ്പോർട്ടാണ്, അതായത് ട്രാൻസ്ഫറിന്റെ എല്ലാ ഘട്ടങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തെല്ലാമാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഇതിൽ രേഖപ്പെടുത്തേണ്ടത്, പേഷ്യന്റിന്റെ കണ്ടീഷൻ രേഖപ്പെടുത്തണം, റീസൺ രേഖപ്പെടുത്തണം, റെഫർ ചെയ്യുന്ന ഡോക്ടറിന്റെയും സ്വീകരിക്കുന്ന ഡോക്ടേഴ്സിന്റെയും അവരുടെ പേരും അവരുടെ റെസിഗ്നേഷൻ അഥവാ അവരുടെ പദവിയും രേഖപ്പെടുത്തിയിരിക്കണം. പ്രത്യേകിച്ച് പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ സയൻസ് രേഖപ്പെടുത്തുക, ക്ലിനിക്കൽ ഇവന്റ്സ്, അതായത് ആ സമയത്തുള്ള ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡോക്യുമെന്റ്സിനകത്ത് വരേണ്ടതാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ പറഞ്ഞത്? യെസ്. Next one, a standardized testimony should be used and sustained both for intra and inter-hospital transfer. These legal papers should be used for audit purpose for investigating the defect in the patient transfer. So, a standardized testimony should be used and sustained both for intra and inter-hospital transfer. This legal paper should be used for audit purpose for investigating the defects in the patient transfer. Yes, എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി എന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി എന്ന് പറയുന്നത്? പറയൂ. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണ് നിർബന്ധമായിട്ട് എന്താണ് ഈ ഒരു ഡോക്യുമെന്റേഷൻ, അതായത് നിർബന്ധമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ് സാക്ഷ്യപത്രം, അതായത് ഈ ഡോക്യുമെന്റേഷൻസ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് നിർബന്ധമായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണ് ഈ രേഖകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതായത് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ, യെസ്. There should be an official hand, then these legal papers should be used for audit purpose. അതായത് നമ്മൾ ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യപത്രത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞത് ലീഗൽ റിപ്പോർട്ട് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഈ റിപ്പോർട്ട്സിൽ നമ്മൾ പല പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ രേഖകള് ഓഡിറ്റ് പർപ്പസസിന് അല്ലെ, ഓഡിറ്റ് പർപ്പസസിനും അതേപോലെ തന്നെ എന്താണ് ഏതെങ്കിലും ട്രാൻസ്ഫർ വേളകളിൽ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇൻട്രാ ട്രാൻസ്ഫർ ആണെങ്കിൽ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിൽ എന്താണ് ഈ ഒരു ഡോക്യുമെന്റേഷൻസ് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഈ ലീഗൽ പേർപ്പസ് നമ്മൾ ഓഡിറ്റ് പർപ്പസസിന് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് മറ്റ് പേഷ്യന്റ് ട്രാൻസ്ഫർ വേളയിൽ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിന് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റേഷൻസ് ഉപയോഗിക്കുന്നു. ഓക്കെ, മനസ്സിലായ പോയിന്റ്? ക്ലിയർ? യെസ്. Then last one, there should be an official handing over at the receiving facility between the transferring team and the receiving team, who include the doctors and nurses. The different reports of clinical investigation and diagnostic studies should be transferred to the acquiring team. Okay, last എല്ലാ ഡോക്യുമെന്റേഷൻസും പൂർത്തിയായതിനു ശേഷം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഹാൻഡ് ഓവറിംഗ് ആണ്. നമ്മൾ എങ്ങോട്ടാണ് ഹാൻഡ് ഓവറിംഗ് ചെയ്യുന്നത്? പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഹാൻഡ് ഓവറിംഗ് ചെയ്യുന്നത്? നമ്മള് എങ്ങോട്ടാണ് ചെയ്യുന്നത് ഹാൻഡ് ഓവറിംഗ്? അനദർ അല്ലെ റിസീവിംഗ് ഫെസിലിറ്റിയിലേക്ക്, അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൂടെ നമ്മൾ പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതും കൂടിയാണ് ആ ഒരു പ്രക്രിയ അവിടെ അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താണ് സ്വീകരിക്കാൻ വേണ്ടി ഒരു ടീം ഉണ്ടായിരിക്കും അല്ലെ. അതായത് രോഗി എത്തുന്ന ആശുപത്രിയിൽ ഔദ്യോഗികമായിട്ട് ഹാൻഡ് ഓവർ നമ്മൾ നിർബന്ധമായിട്ട് നടത്തേണ്ടത്. രോഗിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടീം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഡോക്ടേഴ്സ് ഉണ്ടാവാം, നഴ്സസ് ഉണ്ടായിരിക്കും. ഇത് റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലെ ടീം ആയിരിക്കും അല്ലെ. അവരായിരിക്കും ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ഓവറിംഗ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ റിപ്പോർട്ട്സുകളും, അതായത് പേഷ്യന്റ് എല്ലാ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, മറ്റു റിപ്പോർട്ട്സുകൾ, ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു അവസാന ഘട്ടത്തിൽ റിസീവ് ചെയ്യുന്ന ടീമിന് എന്ത് കൊടുക്കും? ആശുപത്രിക്ക് നമ്മൾ കൈമാറുന്നതോടു കൂടിയാണ് ആ ഒരു ട്രാൻസ്ഫറിംഗ് പ്രോസസ്സ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഡോക്യുമെന്റേഷൻസിന്റെയും ഹാൻഡ് ഓവറിംഗ് ആണ് അല്ലെ. നമ്മൾ ഏത് ഫെസിലിറ്റിയിലേക്കാണ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്, ഹാൻഡ് ഓവർ ചെയ്തത്, ആ
ടീം, അതായത് ആ കെയർ ടീം എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, നഴ്സ് ഉണ്ടാവും, ഇവരായിരിക്കും നമ്മൾ റിസീവ് ചെയ്യുന്നത്. ആ റിസീവ് ചെയ്യുന്ന ടീമിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൈമാറുന്നു. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ മറ്റു എല്ലാ ഡിഫറെന്റ് റിപ്പോർട്ട്സിൽ, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസിസ് സ്റ്റഡീസ്, മറ്റ് അതർ ഫോംസ് റിപ്പോർട്ട്സുകളെല്ലാം തന്നെ നമ്മൾ കൈമാറുന്നതോട് കൂടി എന്താണ്, ആശുപത്രി കൈമാറിയതിനു ശേഷം ഈ ഒരു ട്രാൻസ്ഫർ പ്രോസസ് അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടി നോക്കാം. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആധികാരികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലെ. നമ്മള് ഒഫീഷ്യലി, അതായത് എന്താ പറയാ, ഒഫീഷ്യൽ കൺഫർമേഷൻ നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ എപ്പോ മുതലുള്ള കാര്യം, അതായത് ആ പേഷ്യന്റ് അഡ്മിഷൻ മുതൽ അവസാനം ആ ഒരു എൻഡ് ഓഫ് ദ ടൈം വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഇതൊരു ലീഗൽ റിപ്പോർട്ടാണ്. ഇതിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഉൾപ്പെടുത്തി എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഇതിൽ റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ കണ്ടീഷൻ, റിസീവ് ചെയ്യുന്നതിന്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം, പിന്നെ റിസീവ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് നമ്മൾ ഏത് ഫെസിലിറ്റിയിലേക്കാണോ മാറ്റുന്നത് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കൃത്യമായിട്ടുള്ള പേരുകൾ, അവരുടെ പദ്ധതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതായത് അപ്ഡേറ്റ് സ്റ്റാറ്റസുകൾ, ഇമ്പോർട്ടന്റ് സയൻസുകൾ, ഇതെല്ലാം തന്നെ ആ ഒരു ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് വരെ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, എല്ലാം കാര്യങ്ങളും നമ്മൾ ആ ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇനി ഇതെന്താണ്, പ്രത്യേകിച്ച് ഇന്റർ ട്രാൻസ്ഫറിൽ എന്താണ്, ഈ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു സാക്ഷ്യപത്രം, ഈ രേഖ, ഈ ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമാണ് അല്ലെ. ഇനി ഈ ലീഗൽ പേപ്പേഴ്സ് നമ്മൾ പല പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ഓഡിറ്റ് പർപ്പസസിനും, അതേപോലെ തന്നെ എന്താണ്, ട്രാൻസ്ഫർ വേളയിൽ എന്തെങ്കിലും ഡിഫക്ട്സുകളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു ഒഫീഷ്യൽ ഹാൻഡിങ് ഓവറോട് കൂടി, അതായത് നമ്മൾ ഏതാണോ അനദർ ഫെസിലിറ്റിയിലേക്ക് കൈമാറുന്നതോട് കൂടി ഈ എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ കൈമാറുന്നതോട് കൂടി എന്താണ്, പേഷ്യൻസിന്റെ ട്രാൻസ്ഫർ പ്രക്രിയ അവിടെ പൂർത്തീകരിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത് എല്ലാവർക്കും? ഓക്കെ, യെസ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായില്ലേ ചാപ്റ്റർ പഠിക്കാൻ? ഉണ്ടായോ? ഇല്ല, കുഴപ്പമില്ല. യെസ്, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 7 ആണ് കേട്ടോ. ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. പേജ് നമ്പർ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ടൊന്ന് പറയോ? ലാസ്റ്റ് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഏത് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. പേജ് നമ്പർ 59 or 60 ഏതാണ്? ഓക്കെ, ഇതിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഡോക്യുമെന്റേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അറിയാലോ, പേഷ്യൻസിന്റെ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് കൊടുത്തേക്കാണ്, വൈറ്റൽ സയൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. തിരിച്ച് വേറെ ഒന്നതിന് വരാറില്ല ഇതുവരെ വന്നിട്ടില്ല. പേജ് നമ്പർ 59 എടുക്കൂ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ വായിച്ചു നോക്കിയേ. ഇത് തുടക്കം തന്നെ പറയാം. ലൈവ് ക്ലാസ് കാണുന്ന കുട്ടികളോടും ഇൻട്രൊഡക്ഷൻ ക്ലാസ് റെക്കോർഡർ ക്ലാസ് കാണുന്ന കുട്ടികളും രണ്ടും കേൾക്കാം കേട്ടോ. ഇതിന്റെ തുടക്കം കംപ്ലീറ്റ് ആദ്യം ചിലപ്പോൾ ക്ലാസ് കാണുമ്പോൾ തോന്നിയത് ജോഗ്രഫി ക്ലാസ് ആണോ, എക്കണോമിക്സ് ക്ലാസ് ആണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. ഫസ്റ്റ് എന്താണ്, നമുക്ക് നോർമൽ ആയിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ചിട്ടാണ്, ഡിസാസ്റ്ററിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളിൽ കുറച്ച് പഠിക്കാനുള്ളത്. ആദ്യം കേൾക്കുന്ന ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ തോന്നും ജോഗ്രഫി ആണെന്നൊക്കെ കേട്ടോ. വരില്ല, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ ഡിസാസ്റ്ററിലേക്ക് പോകുള്ളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റേഴ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിൽ പഠിക്കുന്നത്. ഓക്കെ,
യെസ്, PDF കാണാലോ. യെസ്, അയച്ചു നോക്കിയോ ഇൻട്രൊഡക്ഷൻ? അയച്ചു നോക്കിയേ. Disasters has been existence ever since the history of mankind and have mounted the destiny of the earth and its people. The disaster even affects every community and no community is free from it. The disasters may be the second major human problem after war, irrespective of monetary damage and number of people killed or affected. Millions of people fall victims annually by natural disasters and result in a number of deaths, suffering and economic losses. And the poorest countries are the mostly affected by disasters economically and socially. Disasters management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies, in particular preparedness, response, and recovery in order to reduce the after effects of disasters. Okay. Yes. നമ്മുടെ ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്, ചിലത് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടുണ്ടാവും, ഫേസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ വളരെ? നമ്മളെ എന്നെയൊക്കെ സംബന്ധിച്ച് 2018 ഉണ്ടായ പ്രളയമില്ലേ, ഫ്ലഡ്, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നമ്മള്. 2018 ഉണ്ടായ വെള്ളപ്പൊക്കം, ഫ്ലഡ്. യെസ്. ആരെയും ബാധിച്ചിട്ടില്ല, ബാധിക്കാതിരിക്കട്ടെ, നല്ല കാര്യം അല്ലേ? ഇത് നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് മാറ്റുന്നത്. നമ്മുടെ ആ ഒരു ചരിത്രാതീത കാലം മുതൽക്ക് നമുക്ക് എന്താ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ പല കഴിഞ്ഞു പോയ തലമുറകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ? അതായത് ഇത് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിലധികം ആൾക്കാർ മരണപ്പെട്ടത് എന്ത് മുഖാന്തരമാണ്? ശാസ്ത്രീയ ദുരന്തങ്ങൾ മൂലമാണ് അങ്ങനെയുള്ള ഒരുപാട് മരണങ്ങൾ പോലും സംഭവിച്ചത്. പല പല കമ്മ്യൂണിറ്റീസും ഇല്ലാണ്ടായി പോയത് എന്ത് മൂലമാണ്? പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഡിസാസ്റ്റർ മൂലം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ മാത്രമാണോ അത് ബാധിക്കുന്നത്? ഒരു കമ്മ്യൂണിറ്റി മാത്രമാണോ അഫക്ട് ചെയ്യുന്നത്? ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയും അതിൽ നിന്ന് ഫ്രീ ആവുന്നില്ല. ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ അഫക്ട് ചെയ്താൽ പോലും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് മറ്റൊരു കമ്മ്യൂണിറ്റിനെയും അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇനി നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മെയിൻ പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണുന്നത് യുദ്ധങ്ങളാണ് അല്ലെ? വാറാണ് അല്ലെ? അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? വാറാണ്, അഥവാ യുദ്ധങ്ങളാണ്. യുദ്ധത്തിന് ശേഷം നമ്മള് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നതാണ് എന്ത്? ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ പോയിന്റ് ഒന്ന് എല്ലാവരും അണ്ടർലൈൻ ചെയ്യാം. The disasters may be the second major human problem after war. Underline ചെയ്യാം. Disaster may be the second major human problem after war. വാർ കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തിനെയാണ്? ഡിസാസ്റ്റേഴ്സിനാണ്, അല്ലെങ്കിൽ ദുരന്തങ്ങളെ തന്നെയാണ് അല്ലെ? യെസ്. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇല്ലാണ്ടാവുന്നത് എന്ന് പറയാമോ? അല്ലേ, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടമാകുന്നത്? ഒരു ദുരന്തത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുന്നു അല്ലെ? ഒരു ബെനിഫിറ്റ്സും സംഭവിക്കുന്നില്ല. നഷ്ടങ്ങൾ മാത്രമാണോ ഒരു ദുരന്തം മുഖാന്തരം സംഭവിക്കുന്നത്? പറഞ്ഞേ. ഫുൾ ലൈഫ് പോകുന്നു, പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവില്ല, പിന്നെ ഇതൊക്കെയാണ് ഇക്കണോമിക് ഡാമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ മോണിറ്ററി ഡാമേജ് ഉണ്ടാവുന്നു, നമ്പർ ഓഫ് പീപ്പിൾ കിൽ അല്ലെ? ഒത്തിരി ആൾക്കാർ മരണപ്പെടുന്നു, ഒത്തിരി ആൾക്കാർ അത് അഫക്ട് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിക് ഡാമേജ് അല്ലെ? അന്തരീക്ഷത്തിൽ തന്നെ നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിച്ചിട്ടാണ് ഈ ഒരു ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അല്ലെ? ഫിസിക്കൽ കണ്ടീഷൻ സ്റ്റോപ്പ് ആവുന്നു. മൊത്തത്തിൽ എന്താ പറയാ, ഒരു വലിയൊരു ദുരന്തം. പ്രത്യേകിച്ച് നമുക്കറിയാം ചൂരൽമലയിൽ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം അല്ലെ? ചൂരൽമലയിൽ നടന്ന വയനാട്ടിലെ അല്ലെ? യെസ്.
പ്രത്യേകിച്ച് ഈ നമുക്കറിയാം എല്ലാ സീസണിലും നമുക്ക് സീസണൽ ആയിട്ട്, അതായത് പ്രത്യേകിച്ച് മഴക്കാലത്തോടനുബന്ധിച്ചിട്ട് ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. മഴയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടായില്ല. ഇപ്പൊ മേപ്പാടിയിൽ ഉണ്ടായില്ല ദുരന്തം, വയനാട് തന്നെ. അത് തന്നെ ചുരൽമഴ കഴിഞ്ഞ് കുറച്ചൊരു ദൂരമുള്ള പ്രദേശത്ത് തന്നെയാണ്, മേപ്പാടി എന്നാണ് പേര് പറയുന്നത്. ഓക്കെ, അവിടെയും സംഭവിച്ചു അല്ലെ. എത്രത്തോളം നമ്മൾ കരുതൽ എടുത്താൽ പോലും എന്താണ് ദുരന്തങ്ങള് ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മള് മനുഷ്യർ അനുഭവിക്കുന്ന ഒരു രണ്ടാമത്തെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കൂടിയാണ് എന്ത്, സോറി, ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. This disaster may be the second major problem after one in respect of monetary damage and the number of people killed or affected. ഈ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാർ മരണപ്പെടുന്നു, അതേപോലെ ഒത്തിരി ആൾക്കാർക്ക് അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഇനി ഓരോ ആനുവലി നടക്കുന്ന ഡിസാസ്റ്റേഴ്സ്, ഓരോ ആനുവലി, അതായത് നമുക്കറിയാം കൂടുതലായിട്ട് മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾ അല്ലെ, ലാൻഡ് സ്ലൈഡ് കൂടുതലായിട്ട് സംഭവിക്കാറുണ്ട്. ഒത്തിരി ജീവൻ നഷ്ടപ്പെടുന്നതും ഒത്തിരി പ്രദേശങ്ങൾ ഇല്ലാണ്ടാവുന്നതും ആ ഒരു മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു ആനുവലി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലാണ് നടക്കുന്നത്. ഫ്ലഡിനേക്കാളൊക്കെ ദുരന്തം കൂടുതൽ ഇതിനാണ്, ലാൻഡ് സ്ലൈഡിനാണ്. നമ്മൾ ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് മനുഷ്യരാശിനെ ഇല്ലാണ്ടാക്കുന്നത് അല്ലെ. പ്രത്യേകിച്ചും ആ ചൂരൽ മഴയിൽ നടന്ന സംഭവം രാത്രിയായിരുന്നു അല്ലെ. രാത്രി കാലങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഉറങ്ങുകയാണ്, പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പലരും പലതും ഉറങ്ങിട്ട് പോലുമില്ല അല്ലെ. യെസ്, അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ചില മെഷേഴ്സുകൾ സ്വീകരിക്കാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, യെസ്. അപ്പോ ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് പല ഇക്കണോമിക് ലോസ് സംഭവിക്കുന്നു, ഒത്തിരി ആൾക്കാർ മരണപ്പെടുന്നു, ഒത്തിരി ആൾക്കാർ സഫർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഏറ്റവും പുവറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിനെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പുവറസ്റ്റ് മീൻസ് അതായത് ഏറ്റവും ദരിദ്ര രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാത്തരം ലൈഫും അവിടെ എന്താണ് സ്പോയിൽ ആയിപ്പോകുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഇക്കണോമിക്കലി സോഷ്യലി എന്താണ് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നത്. അതായത് അവരുടെ പ്രത്യേകിച്ച് പുവറസ്റ്റ് കൺട്രികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിക്ടിംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദരിദ്ര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൽ നിന്ന് പിന്നെ റിക്കവർ ചെയ്ത് വരാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെ. യെസ്, and the poorest countries are the mostly affected by disaster economically and socially. Disaster management can be defined as the organization and management. Okay, അപ്പൊ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് കോമൺ ആയിട്ട് നടക്കുന്ന ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മുടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത് അവിടെ വരെ? ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ ആനുവലി ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. മാനേജ് ചെയ്ത ഒരു പരിധി വരെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിവെന്റിന് വേണ്ടിച്ചായിട്ടുള്ള മെഷേഴ്സ്. ഒരു മിനിറ്റ് തുറക്കാം, ഒരു മിനിറ്റ് കേട്ടോ, വായിച്ചോ.
ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണെന്നാണ് അല്ലെ. ഒരു ദുരന്തത്തിന് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ന്യൂസിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടില്ലേ? ട്രൈറ്റ് പ്രോസസ് നടത്തുന്നത്, ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത്, റെസിസ്റ്റേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്, ഡിഫറെന്റ് ആംബുലൻസസിലേക്ക് മാറ്റുന്നതൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇനിയിപ്പോ ചാപ്റ്റർ കാണുന്നതിന്റെ ഭാഗമായിട്ട് അതൊക്കെ കാണുന്നത് ശ്രദ്ധിക്കുക. യെസ്, ഇതെല്ലാം മാനേജ്മെന്റ് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അല്ലെ. രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അല്ലെ. വേണമെങ്കിൽ അത് തന്നെയാണ് പറയേണ്ടത് അല്ലെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഥവാ ദുരന്ത നിവാരണ പ്രക്രിയകൾ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies. In particular, preparedness, response and recovery in order to reduce the after effects of disaster. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച്, അതായത് റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. ഒരു ദുരന്തം നടന്നു എന്ന് വിചാരിക്കല, നടന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ദുരന്തം സംഭവിച്ച ശേഷം നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ ആവശ്യമാണ് അല്ലെ. ആ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് എല്ലാ ഹ്യൂമനിറ്റേറിയൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മാനുഷിക സഹായങ്ങളാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാ വിഭവങ്ങൾ, എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ ഈ മാനേജ് ചെയ്യുന്ന പ്രക്രിയയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പയർനെസ് ആണ്. പെർട്ടിക്കുലർ പ്രിപ്പയർനെസ്. പ്രിപ്പയർഡ് ആവാന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? പ്രിപ്പയർഡ് ആവാന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പയർനെസ് മുൻകരുതലാണ് അല്ലെ. നമ്മൾ പ്രിപ്പയർഡ്, അതായത് ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം നമ്മൾ അതിനെ പ്രതികരിക്കാൻ, റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് തയ്യാറാകണം അല്ലെ. പ്രിപ്പറേഷൻ ആണ് അവിടെ നടത്തുന്നത്. യെസ്, ഫേസ് ഇറ്റ്. മുൻകരുതൽ എടുക്കുന്നു. അതിനുശേഷം എന്താണ്? റെസ്പോൺസ് ആൻഡ് റിക്കവറി. തയ്യാറായതിനു ശേഷം, തയ്യാറെടുപ്പിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് റെസ്പോൺസ് ചെയ്യുന്നു. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോണ്ട് ചെയ്യുന്ന പ്രതികരിക്കുക അല്ലെ. പ്രതികരണം നടത്തുന്നു, അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാനേജ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാനേജ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? റിക്കവറി. റിക്കവറി എന്താ? റിക്കവറി എന്താണ്? പുനരധിവാസം അല്ലെങ്കിൽ പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ഇടം നമ്മൾ വീണ്ടെടുക്കുകയാണ്, റിക്കവർ ചെയ്തെടുക്കുന്നു അല്ലെ. യെസ്, അത്രയും പ്രൊസീജിയർ കഴിയുമ്പോഴാണ് എന്ത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രക്രിയ പൂർത്തിയായി നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എല്ലാത്തരം റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രദേശത്തെ മാനേജ് ചെയ്യുന്നത്, അത് എല്ലാ മാനുഷിക സഹായങ്ങളും കൊടുത്തുകൊണ്ട് പ്രത്യേകം മുൻകരുതൽ എടുത്തുകൊണ്ട് അതിലേക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതികരിച്ചുകൊണ്ട് അടിയന്തരമായിട്ടുള്ള പ്രതികരണങ്ങൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രദേശത്തെ നമ്മൾ വീണ്ടെടുക്കുന്നതാണ് എന്താണ്? റിക്കവർ ചെയ്തെടുക്കുന്നതാണ് എന്ത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ ഇത് മാനേജ് ചെയ്യുമ്പോൾ ദുരന്തത്തിന്റെ ദോഷഫലങ്ങൾ നമ്മൾ എന്താ? അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കുകയാണ്. ഒന്നിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? മാക്സിമം രക്ഷപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്, രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ടാവും, രക്ഷപ്പെട്ട പല ഏരിയാസ് ഉണ്ടാവും. അതിനെയൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്ന പ്രക്രിയകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. ഇപ്പൊ മനുഷ്യരാശിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു സെക്കൻഡ് പ്രോബ്ലം ആണിത് ഡിസാസ്റ്റർ എന്ന് എപ്പോഴും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഡെഫിനേഷൻസ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നോക്കാം എന്താണ് WHO പറയുന്ന ഡെഫിനേഷൻ. WHO defines disaster any occurrence that causes damage, ecological disruption, loss of human life, deterioration of health and services on a scale sufficient to warrant an extraordinary response from outside affected community or area.
ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡെഫിനേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ദുരന്തം എന്നത് WHO അർത്ഥത്തില് അവർ നിർവചിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അതായത് ഒരു ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം? ഒന്ന് ഡാമേജ് എന്താണ്? നാശനഷ്ടങ്ങളാണ് അല്ലെ? ഡാമേജ് ഉണ്ടായിരിക്കണം. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. എന്താണ് ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത്? പാരിസ്ഥിതിക തകർച്ച, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് നഷ്ടം ഉണ്ടാകണം, അല്ലെങ്കിൽ പരിസ്ഥിതി തകർച്ചയിലേക്ക് അനുഭവപ്പെടണം അല്ലെ? ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത് സാധാരണ ജീവിതം നഷ്ടപ്പെടാൻ അല്ലെ, അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള തകർച്ച ഉണ്ടാകാൻ. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്താണ്? മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ അല്ലെ? മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത്. Then declaration of health and health services on scale sufficient to warrant an extraordinary response from outside the affected community or area. ഇനി എന്തിലാണ് ഡിസ്ട്രപ്ഷൻസ് സംഭവിക്കുന്നത്? അതായത് ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും മോശമാകുമ്പോൾ അല്ലെ? ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ സർവീസസിനൊക്കെ എന്ത് സംഭവിക്കുന്നു? അതിനൊക്കെ ഡിസ്ട്രപ്ഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് മറ്റ് ബാധിത പ്രദേശം, അതായത് കമ്മ്യൂണിറ്റി ഏരിയ മൊത്തം ആകെ എന്താണ് അടിയന്തര സഹായം ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞ ഇത്രയും കാരണങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മൾ അതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ? ഒരു ദുരന്തമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് നാശനഷ്ടം സംഭവിക്കണം, പാരിസ്ഥിതിക തകർച്ച ഉണ്ടാവണം, മനുഷ്യന്റെ ലൈഫ് ഇല്ലാണ്ടാവണം, അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും മറ്റു കമ്മ്യൂണിറ്റി ഏരിയയിലും എന്ത് സംഭവിക്കണം? മൊത്തത്തിൽ ഇതിനൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ അതിനെ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ഓക്കെ, പറയണത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത് മിക്കതും WHO ഡിഫൈൻ ചെയ്യുന്നതിന്റെ ആ കോസസ് എന്തൊക്കെയാണ്? അതായത് ഒരു ദുരന്തമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം, എന്നാൽ മാത്രമാണ് നമ്മൾ അതിനെ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുള്ളൂ. പ്രത്യേകിച്ച് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം? എന്തൊക്കെ സംഭവിച്ചാൽ മാത്രമേ നമ്മൾ അതിനെ ഒരു ദുരന്തമായിട്ട് പറയുള്ളൂ? നാശനഷ്ടങ്ങൾ സംഭവിക്കും അല്ലെ? ഡാമേജ് ഉണ്ടായിരിക്കണം, ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവണം, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഉണ്ടാവണം, അതേപോലെ തന്നെ ഹെൽത്ത് സർവീസസ് നഷ്ടമാണ്, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളിലേക്ക് ഉണ്ടാവുന്ന തകർച്ചകള്, അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് കമ്മ്യൂണിറ്റി ഏരിയ, അതായത് നമ്മുടെ മറ്റ് ബാധിത, അതായത് അനുഭവപ്പെട്ട എല്ലാ ബാധിത പ്രദേശത്തും എന്ത് സഹായങ്ങൾ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ മാത്രമാണ് നമ്മൾ അതിനെ ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ പഠിക്കുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലുള്ള ഡിസാസ്റ്ററിന്റെ പേരുകളാണ് പഠിക്കാനുള്ളത്. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ട്, ഇന്റേണൽ ഡിസാസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ വരുന്ന പേരുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, explosion, flood, aeroplane accident, tornado, tsunami, earthquake, man-made disasters like riots. Okay. Train accident, boat accident നിങ്ങൾക്ക് അറിയാലോ. ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ് അതെല്ലാം ഏത് ഡിസാസ്റ്റർ കാറ്റഗറിയിലാണ് വരുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് കേട്ടോ. ഓർക്കുക, എക്സ്റ്റേണൽ ഡിസാസ്റ്ററിന്റെ കാറ്റഗറിയിലാണ് ട്രെയിനും ബോട്ട് ആക്സിഡന്റ്, അതായത് ആക്സിഡന്റ്സുകൾ വരുന്നത്. ഇനി കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് എന്ന് പറയാം അതിനെ. മൾട്ടി വെഹിക്കിൾ, അതായത് നമ്മൾ ചില സ്ഥലങ്ങളില് കൺജസ്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസിൽ എന്താണ് കാരണമില്ലാതെ ആക്സിഡന്റ്സുകൾ സംഭവിച്ചു കണ്ടിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല അല്ലെ? അതായത് കാരണം എന്ന് പറയുന്നത് പല ഏരിയയിൽ നിന്ന്, അതായത് പല ഏരിയാസിൽ നിന്ന് ഒരേപോലെ ഒരേ സമയത്ത് പല അപകടങ്ങൾ സംഭവിച്ചേക്കുന്നത്. അതായത് ഒരു റോഡിൽ തന്നെ എന്താണ് ഒരുപാട് തരത്തിൽ ആക്സിഡന്റ് സംഭവിച്ചേക്കുന്നത്. അതായത് ഒരുപാട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ഉത്ഭവ കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, എങ്ങനെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടായെന്ന്. ഓക്കെ, അതെന്താണ്? അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറയുന്നത്. അതായത് മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ് എന്ന് വേണമെങ്കിൽ അവിടെ ബ്രാക്കറ്റിൽ എഴുതുക കേട്ടോ. മൾട്ടി വെഹിക്കിൾ ആക്സിഡന്റ്സ്. ഇതിന്റെ കാരണം നമുക്ക് അറിയാൻ പറ്റില്ല, എവിടെ നിന്നാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല, എത്രത്തോളം വണ്ടികൾ അവിടെ ആക്സിഡന്റ് ആയിട്ടുണ്ടാവും. അതാണ് കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു എക്സ്റ്റേണൽ ഡിസാസ്റ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, എക്സ്പ്ലോഷനും ഫ്ലഡ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക്. എക്സ്പ്ലോഷൻ, ഫ്ലഡ്, സ്ഫോടനങ്ങള്, വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ എയറോപ്ലെയിൻ ആക്സിഡന്റ്,
Then tornado tsunami and earthquake. Tornado എന്താണ്? Tornado ചുഴലിക്കാറ്റ് അല്ലെ? ചുഴലിക്കാറ്റുകള്, സുനാമി, എർത്ത് അത് മൂന്നും അറിയാം. Then man-made disaster. Man-made disaster എന്ന് വെച്ചാൽ നമ്മള് കമ്മ്യൂണിറ്റി റൈറ്റ്സ് അഥവാ വർഗീയ കലാപങ്ങൾ എന്നൊക്കെ പറയില്ലേ? മനുഷ്യനിർമ്മിതമായിട്ടുള്ള കലാപങ്ങള്, കമ്മ്യൂണൽ റൈറ്റ്സ് കേട്ടിട്ടുള്ളൂ നിങ്ങൾ? കമ്മ്യൂണൽ റൈറ്റ്സ്, കലാപനം. അതാരാണ് തയ്യാറാക്കുന്നത്? ആരാണ് ഉണ്ടാക്കുന്നത്? മനുഷ്യരുണ്ട് അല്ലെ? മാൻമേഡ് ഡിസാസ്റ്റർ ആണ് റൈറ്റ്സുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേണമെങ്കിൽ കമ്മ്യൂണൽ റൈറ്റ്സ് അഥവാ വർഗീയ കലാപങ്ങൾ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇതെല്ലാം ഏത് കാറ്റഗറി ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ് പിള്ളേരെ? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരുകൾ പഠിക്കണം. ട്രെയിൻ ആക്സിഡന്റ് മുതൽ മാൻമേഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ് വരെ എന്താണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റേണൽ ഡിസാസ്റ്റർ. ഏതൊക്കെയാണ് ഇന്റേണൽ വരുന്നത്? ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ് ഒക്കെയാണ് ഇന്റേണൽ ആയിട്ട് നടക്കുന്ന വലിയ ഡിസാസ്റ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്, ഓഡ് വൺ ഔട്ട് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾക്കറിയാലോ, ഇന്റേണൽ കണ്ടെത്താൻ അല്ലെ? ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്, റൈറ്റ്സ്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഒന്നും ശ്രദ്ധിച്ചേ. ബോംബ് ത്രെറ്റ്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്, ട്രെയിൻ ആക്സിഡന്റ്. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ട്രെയിൻ ആക്സിഡന്റ്. എന്തുകൊണ്ടാണ്? ബാക്കിയെല്ലാം ഇന്റേണൽ ഡിസാസ്റ്റർ ആണ്. ട്രെയിൻ ആക്സിഡന്റ് ഏതാണ്? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ് കേട്ടോ. അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. യെസ്. അപ്പൊ ഇന്റേണലും എക്സ്റ്റേണലും ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? WHO പറഞ്ഞ ഡെഫിനേഷൻ ക്ലിയർ ആണല്ലോ? എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. മേജർ ഡിസാസ്റ്റേഴ്സ്, അതായത് നമുക്ക് പോപ്പുലർ ആയിട്ട് നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ കുറച്ച് പേരുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ആണ്. ഓക്കെ, ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ അഫക്ട് ചെയ്തിരിക്കുന്നതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അറിയില്ല. പിന്നെ സൈക്ലോൺസ് ഇൻ ആന്ധ്രാപ്രദേശ്. സൈക്ലോൺ എന്താണ്? സൈക്ലോൺ എന്താണ്? സൈക്ലോൺ മലയാളം എന്താ കിട്ടുക? ചുഴലിക്കാറ്റ് അല്ലെ? യെസ്. എവിടെയാണ്? ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ അറ്റ് ഇന്റർവെൽ ഓഫ് എവറി 2 years. ഏകദേശം 2 yearsന്റെ ഇടയിൽ എന്താണ്? സൈക്ലോൺസ് ഇൻ ആന്ധ്രാപ്രദേശ്, ഒറീസയിലൊക്കെ ഏറ്റവും മേജർ ആയിട്ട് നടന്ന ഡിസാസ്റ്റർ ആണ്. പിന്നെ എർത്ത് കേക്ക് ലാറ്റൂർ ഇൻ മഹാരാഷ്ട്ര. 1993 ഏറ്റവും വലിയൊരു എർത്ത് കേക്ക് ഭൂകമ്പം ഉണ്ടായത് എവിടെ? ലാറ്റൂർ മഹാരാഷ്ട്രയില് ഉണ്ടായത്. പിന്നെ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ നടന്ന, സദേൺ ഇന്ത്യയിൽ നടന്ന സുനാമി ഏത് വർഷമാണ്? ഇന്ത്യയിൽ സുനാമി വന്നത് ഏത് വർഷം വളരെ? 2004 അല്ലെ? ഡിസംബർ 26 ആണ് അല്ലെ? 2004 ആണ് കേട്ടോ, 6 അല്ല കേട്ടോ. യെസ്. 27 lakh അഫക്ട്. എത്ര പേര്? 27 ലക്ഷം ആൾക്കാർ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾ ഈ അഫക്ട് ചെയ്ത കാര്യങ്ങളോ പേരുകളൊന്നും വേണ്ട, ആ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. എത്ര പേര് അഫക്ട് ചെയ്തു, ഏത് വർഷം ഒന്ന് പഠിക്കണമെന്നില്ല. മേജർ ഡിസാസ്റ്ററിന്റെ പേരുകൾ മാത്രം. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, സൈക്ലോൺ, എർത്ത് കേക്ക്, സുനാമി. ഇത് എവിടെയാണെന്ന് മാത്രം ഒന്ന് പഠിക്കാം കേട്ടോ. ഇനി എങ്ങാനും ചോദിച്ചാൽ, ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി നിങ്ങളോട് ചോദിച്ചാൽ എഴുതണ്ടേ? ഓക്കെ. ടീച്ചറിന് ബ്ലർ ആയിട്ടാണോ? വീഡിയോ ബ്ലർ ആണോ? ക്ലിയർ ആണോ? അല്ല, പക്ഷെ എനിക്ക് നോക്കിയിട്ട് ഇങ്ങനെ എന്തോ വെള്ളം ഒഴിച്ച പോലെ കാണുന്നുണ്ട്. ബ്ലർ ആണ്. ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണ്. മതിയായെങ്കിൽ പറയണേ, അല്ലെങ്കിൽ നമുക്ക് ഡിസാസ്റ്റർ പാരഡിഗം എടുക്കാം. മതിയായോ? ബോറടിച്ചോ? ബോറടിച്ചോന്ന് ചോദിച്ചാൽ വന്നുണ്ടോ? തമ്പു തന്നെ ഉണ്ടോ? ഇന്നലെ നിങ്ങൾ അയച്ച റിക്വസ്റ്റ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങൾ അയച്ച റിക്വസ്റ്റ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ മറുപടി നിങ്ങൾക്ക് വന്നോന്ന് എനിക്കറിയില്ല.
എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് നമ്മൾ കിടക്കുള്ളൂ കേട്ടോ. നമുക്ക് പറയാം നമ്മൾ കോമൺ ആയിട്ട് നടക്കുന്ന ഡിസാസ്റ്ററിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്താ മിസ് ചെയ്യുന്ന എടോ, ഇന്നലെ നമ്മൾ ക്ലാസ്സിലെ ഒരു കാര്യം ചർച്ച ചെയ്തായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ക്ലാസ്സിൽ കയറിയില്ലേ? അവര് പറയാം കേട്ടോ. ചെറിയ കാര്യം, വലിയ കാര്യമൊന്നുമില്ല, ചെറിയ കാര്യം. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്തില്ലല്ലോ നിങ്ങളോട്. ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഇന്നലെ? പറഞ്ഞിരുന്നു അല്ലെ? ട്രാൻസ്ഫർ പേഷ്യൻസില് നോക്കിയിട്ട് വരാൻ പറഞ്ഞു, എക്യുപ്മെന്റ്സ് ഡ്രഗ്സിന്റെ കാര്യങ്ങള് അല്ലെ? ആരെങ്കിലും ഒക്കെ ഇതൊക്കെ പഠിച്ചോ? എടുക്കുന്ന ഭാഗങ്ങളിൽ ടെക്സ്റ്റ് ഒക്കെ പഠിക്കാറുണ്ടോ? ഓക്കെ, എന്താണ് ടൈഡൽ വോളിയം? ടൈഡൽ വോളിയം എന്താണ് ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. മുസ്ന, ടൈഡൽ വോളിയം എന്താണോ? മുസ്ന മൈക്ക് ഓൺ ആയിരുന്നില്ല, ഇപ്പൊ ഓൺ ആക്കിയത്. മൈക്ക് ഓൺ ആക്കിയത് ശ്രദ്ധിച്ചില്ല, അതാ. വോളിയം ഓഫ് ഗ്യാസ് ഇൻഹേൽഡ് ആൻഡ് എക്സേൽഡ് വിത്ത് ഈച്ച് ബ്രീത്ത്. വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഏതൊക്കെ ഡ്രഗ്സ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്? ഏതൊക്കെ ഡ്രഗ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? ചോദിക്കുന്ന ആള്, ഞാൻ ചോദിക്കുന്ന ആള്. ഐശ്വര്യ, ഐശ്വര്യ പിസനൂർ. ഉണ്ടല്ലോ, ആർക്കറിയാം? ആര് പറയോടോ? ഏതൊക്കെ ഡ്രഗ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്? ഡോക്യുമെന്റ്സും ഡ്രഗ്സ് നമ്മൾ ഇന്നലെ ഒരു ഭാഗം എടുത്തിരുന്നു, അതിൽ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ഇനോട്രോപ്സ് എന്തിനു ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണെന്നാണ് പറഞ്ഞത്? ഇനോട്രോപ്സ് ഹാർട്ട് കൺട്രാക്ഷൻ അറേഞ്ച് ചെയ്യാൻ. വെരി ഗുഡ്. ഓക്കെ, പിന്നെ പഠിച്ചത് എന്താണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ? നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ആര് പറയും? അപർണ. ശ്വാസം എടുക്കുന്നത് ഹൈ ബ്രീത്തിങ് അല്ല, ഇൻവാസീവ്. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്താണ്? നോൺ ഇൻവാസീവ് BP കഫ്സ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുന്നതാണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്താണ്? ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈ BP ഹൈ BP ആണ്. അപ്പോൾ അത് കറക്റ്റ് മെഷർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. അതായത് നമ്മള് പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചലനം മൂലം എമോഷൻ ആർട്ടറിഫാക്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് BP രേഖപ്പെടുത്താൻ പറ്റുന്നത് അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആർട്ടറി, നമ്മുടെ ധമനിയിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ഒരു ക്യാനൽ അല്ലെങ്കിൽ നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം കറക്റ്റ് ആയിട്ട് BP മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. അത് ട്യൂബ് കണക്ട് ചെയ്ത്. മറ്റത് എന്താണ്? നോർമൽ BP നോക്കുന്നതാണ് അല്ലെ? ഹലോ മാം. ഹലോ, എന്താണ് ഐശ്വര്യ? മാം വിളിച്ചിരുന്നു, ഞാൻ പുറത്തായിരുന്നു. വെറുതെ കുഴപ്പമില്ലടോ. ഓക്കെ, ചോദിക്കാവുന്നൊരു വാക്ക് പറഞ്ഞു പോയല്ലോ, മിണ്ടായിരിക്കുന്നത് ശരിയാണോ? ചോദിക്കുന്നത് കേട്ടോ. യെസ്,
ഇനി നമ്മുടെ പേഷ്യന്റ് ഇപ്പോ ഒരു വെന്റിലേറ്ററിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പോർട്ടബിൾ വെന്റിലേറ്റർ ഉപയോഗിച്ച ആളിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ആ സമയത്ത് പോർട്ടബിൾ വെന്റിലേറ്ററിന്റെ കൂടെ നമ്മൾ എന്താണ് കുറച്ച് അലാംസ് സെറ്റ് ചെയ്യും. ആ അലാംസ് ഏതൊക്കെയാണ്? ഏതൊക്കെ അലാംസ് ആണ് നമ്മൾ നോക്കുന്നത്? ഏതൊക്കെ അലാറംസ് ആണ് നമ്മൾ നോക്കുന്നത്? ടൈഡൽ വോളിയം, എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, ഇൻസ്പയർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ, റെസ്പിറേറ്ററി റേറ്റ്. പഠിച്ചു പോയില്ലെല്ലാവരും? ചോദ്യം ചോദിക്കുന്ന അറിയാനുണ്ടോ? അല്ല മിസ് പറഞ്ഞിട്ടുണ്ട്. കേട്ടറിവാണ് മിസ്സേ, കേട്ടറിവാണ് അല്ലെ? കേട്ടറിവാണ് ഏറ്റവും വലിയ സത്യം. അത് ഏത് സിനിമയിലാന്ന് പറയുക? മുരുകനല്ലേ? പുലിമുരുകനിൽ പറയുന്നത്. കേട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിള്ളേരെ, അതാണ് അത്യാവശ്യം കുറച്ചു നേരം. പക്ഷെ നമ്മുടെ മെമ്മറിയിലേ നിൽക്കുള്ളൂ, മറന്നു പോകും. പിന്നെ 2 ദിവസമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇനി എന്താ കാണുന്നത്? ഫ്രൈഡേ അല്ലേ ക്ലാസ്? അതെ, ഫ്രൈഡേ രാവിലെ കാണാം. ഓക്കെ മിസ്. ഓക്കെ, നിഷ എന്തിനാണ് ഞാൻ കൊച്ചു പറയുന്നത്? എനിക്ക് കൊച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ. അതായത് ചിലർ തപ്പുന്ന കാണാൻ നല്ല രസമാണ്. തപ്പും അത് തന്നെയാണോ ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ പെടും. രസമാണോന്ന് കാണാൻ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ എപ്പോഴൊന്നും ചോദിക്കാറില്ല കേട്ടോ. അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ചോദിച്ചുകൊണ്ടിരിക്കും. ഓൾറെഡി പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടോ, ഓണം സെലിബ്രേഷൻ ഉണ്ട്, നമുക്ക് അതിന് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. കോൺവെക്കേഷന് PG സ്റ്റുഡൻസിനും വരാന്ന് പറഞ്ഞില്ലേ, അപ്പോ അവർക്കും പ്രോഗ്രാം ഞങ്ങളുടെ ഒപ്പം കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ കേട്ടോ. ഈ ഓണം അടുത്ത മാസമല്ലേ? ഓണം ആഗസ്റ്റിലാണ് ഓണം. ഓഗസ്റ്റ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മിക്കവാറും എന്റെ ക്ലാസ്സിന്റെ ഒരു 15 മിനിറ്റ്സ് കട എടുത്തിട്ടാണ്. മാക്സിമം സാറിനോട് ഞാൻ ചോദിച്ചു നോക്കാം, 1 മണിക്കൂർ തരുമെന്ന് ചോദിച്ചു നോക്കാം. തരുമെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് എടുക്കാം. നേരത്തെ ഇൻഫോം ചെയ്യാം. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി. താങ്ക് യു മാം.